എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കുന്നേ? ഇത് ചതിയാ ചേച്ചി. ഞങ്ങൾ ആരെയും ഇടിച്ചു വീഴ്ത്തിട്ടില്ല. അജ്ഞാത ദമ്പതികളെ ഇടിച്ചിട്ട ശേഷം ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാൻ തയ്യാറാവാതെ പ്രതാപ് വർമ്മ കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിർത്തരാതെ നമുക്ക് ഈ സംസാരം ഒഴിവാക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മളതൊക്കെ പറഞ്ഞ് വിഷമിക്കുകയും വഴക്കൂടുകയൊക്കെ ചെയ്യുന്ന എന്തിനാ? എടീ, നിന്റെ മോള് ജനാലയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കണ്ട്. ആഹാ, ഇപ്പൊ എന്റെ മാത്രം മോളായോ? പണ്ട് അങ്ങനെയായിരുന്നില്ലല്ലോ. അതിപ്പോ പിള്ളേരെന്ത് കാണിച്ചാലും അവരോടും നമുക്കങ്ങനെ തിരിച്ചു കാണിക്കാൻ പറ്റൂടി. ആ, സ്നേഹത്തിന്റെ അളവും തൂക്കവും കുറയ്ക്കാൻ പറ്റുമോ? ആ, എടി പൊന്നോളെ, നീങ്ങ് വാ. നിനക്ക് തരാനുള്ളത് ഞങ്ങള് തരാം. വാ. മക്കൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന മാതാപിതാക്കളല്ലടി ഞങ്ങള്. ആ, മക്കൾക്കൊക്കെ എല്ലാത്തിനും കണക്കുണ്ട്. അവർക്ക് മാതാപിതാക്കള് കൊടുക്കുന്നതിന് മാത്രം കണക്കില്ല. ജയേട്ടൻ ഷെയർ ചോദിച്ചതിന് ഞാൻ നിരപരാധിയാച്ച. അയ്യാ, അതിനൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല, പറയത്തുമില്ല. ഞങ്ങള് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാ മതി. ഞാൻ നിന്നോട് സംസാരിച്ചതിന് ശേഷം 1-2 ബ്രോക്കർമാരെ കണ്ടു. കൊള്ളാവെന്ന് പറയാവുന്നത് ആ രാമകൃഷ്ണ. നീ അറിയോന്? സെന്റിന് 3 ലക്ഷം ഇവിടുത്തെ ലാൻഡ് വാല്യൂ. നമുക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാ ബ്രോക്കർമാർ അതിനിടയിൽ കയറി കളിക്കും. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം മോനെ. ഇനി ഈ നാട്ടിൽ നമ്മൾ നിൽക്കുന്നത് സങ്കടകര. അച്ഛാ, പണക്കാരനല്ലാതെ പോയി എന്നതാണ് നമ്മളിൽ എല്ലാവരും കാണുന്ന കുറ്റം. അതൊരു കുറ്റമാണെന്ന് അച്ഛനും എനിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ തോന്നിയിട്ടില്ല. പക്ഷേ കാശുണ്ടാക്കണോ അച്ഛാ? അതാരെയും ചതിച്ചും വഞ്ചിച്ചൊന്നുമല്ല, ബുദ്ധിപരമായിട്ട് അധ്വാനിച്ചിട്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്ന എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും വിളറിയ മുഖ എന്റെ മനസ്സ് നിറയെ. അപമാനിച്ചവരുടെ മുമ്പിൽ നമ്മൾ അഭിമാനികളായി തല ഉയർത്തി നിൽക്കണം. തോൽപ്പിച്ച ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല, ജയിക്കാനാണ് ഇനി എന്റെ ജീവിതം. ഇതിലും വലിയ പ്ലാനുകൾ തയ്യാറാക്കിയിട്ട് അയാളൊന്നും വീഴ്ത്താൻ പറ്റിയിട്ടില്ല. അതും പലതരം വേലകൾ. അപ്പോഴാ അവൾ അമ്മയ്ക്കൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഫൂള്. എന്താടാ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഉടക്കും മട്ട് തുടങ്ങിയോ കശപിശ? കശവിശയോ? അതെന്തോന്നു? ആ, തുടക്കത്തിലേ നല്ല ചക്കരയും പുന്നാരയും ഒക്കെ ആയിരിക്കും. ഇത്തിരി കഴിയുമ്പോ ആ ടോൺ അങ്ങ് മാറും. ഈ കൊടുങ്കാട്ടിലേക്ക് അടുക്കുമ്പോഴേ കാടിന്റെ ഒരു ടോണില്ലേ, ആ അതുപോലെ. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്ന ബുദ്ധി പൊട്ടബുദ്ധിയാണെന്നാ ദീപു പറയുന്നത്. പൊട്ടയാണോ നല്ലതാണോന്നേ അല്പം കഴിഞ്ഞറിയാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ, നിന്റെ ബുദ്ധി ഒരു പോറല് പോലെ ഏൽക്കാതെ വരുന്നത് കണ്ടില്ലേ? തന്തപ്പടിയും മോളും. ഇവിടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കാണിച്ച അതേ ഇന്റലിജൻസും സ്മാർട്ട്നെസ്സും ഒക്കെ അതുപോലെ ഉണ്ട്. ഞാൻ ഇത്രയും കൊല്ലം രാഷ്ട്രീയക്കാരനായി നടന്നിട്ടും ഇതുവരെ പലതും പഠിച്ചിട്ടില്ല. പക്ഷേ ഇവൾക്ക് പൊളിറ്റിക്സിൽ എല്ലാ ട്രിക്കും അറിയാം. മിടുക്കി.
അത് പിന്നെ അറിയാതിരിക്കോ ഏട്ടാ? ഈ നിൽക്കുന്നതേ ആരുടെ മോള്? ആരുടെ കൊച്ചുമോള്? പക്ഷേ മഹാദേവ വർമ്മ സാറിന് രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും അറിയില്ല. മഹാധൈര്യശാലിയായിരുന്നു. എന്ത് ധൈര്യശാലിയാണെങ്കിലും അയാളെ തീർത്തത് ഞാനാടാ. അജ്ഞാത വാഹനമിടിച്ച് ദമ്പതികൾ മരിച്ചു. ഇടപ്പഴഞ്ഞി വട്ടിയൂർക്കാവ് റോഡിൽ അജ്ഞാത വാഹനമിടിച്ച് ദമ്പതികൾ മരിച്ചു. മോളെ, ഇത് നമ്മൾ അല്പം മുമ്പ് കണ്ട ആക്സിഡന്റ് ന്യൂസ് അല്ലേ? അതെ അച്ഛാ. മരിച്ച ദമ്പതികൾ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അയ്യോ അച്ഛാ, ഇത് അവര് തന്നെയാ. അവര് മരിച്ചുപോയല്ലോ. ഞങ്ങൾ ഇപ്പൊ അവരെ കണ്ടിട്ട് വരുവാ. കഷ്ടായിപ്പോയി. സംഭവസ്ഥലത്ത് CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ദമ്പതികൾ മരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. അവരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളഞ്ഞ വാഹനം മുൻ മന്ത്രി പ്രതാപ വർമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കുന്നേ? ഇത് ചതിയാ ചേച്ചി. ഞങ്ങൾ ആരെയും ഇടിച്ചു വീഴ്ത്തിട്ടില്ല. അജ്ഞാത ദമ്പതികളെ ഇടിച്ചിട്ട ശേഷം ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാൻ തയ്യാറാവാതെ പ്രതാപ വർമ്മ കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അച്ഛാ, ഇത് ചതിയാ മോളെ, വൻ ചതി. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട്. ഇതെന്താ ജേട്ടനെല്ലാം നിർത്തി നോവൽ എഴുതാൻ തുടങ്ങിയോ? ഇത് നോവല് നാടകമൊന്നുമല്ലടി. മേടിക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് എഴുതുക. മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റോ? മനസ്സിലായില്ല. എടി, നമ്മൾ ഈ വീട് പണിയെടുത്ത് മാറുകയല്ലേ, അപ്പോ ഈ വീട്ടിലേക്ക് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ ഞാൻ എഴുതുന്നത്. അതിന് ഇതൊക്കെ മേടിക്കാനുള്ള കാശ് എവിടുന്ന? അല്ല, ഇവിടെ നിന്ന് കിട്ടുന്ന ചക്കക്കുരുന്നല്ലോ, ഷെയറൊക്കെ തന്നെയല്ലേ? ബെസ്റ്റ്. അതെ, ബ്രോക്കറോട് വസ്തു വിൽക്കാനുണ്ടെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതിനുമ്പേ കണക്കെഴുതി തുടങ്ങിയോ? ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ.